നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷ ചോർച്ചയെ തുടർന്ന് ദിവസങ്ങളായി രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ഇന്ത്യയിൽ രാജിവെക്കുന്ന ആദ്യ മന്ത്രിയാണ് ഒഡീഷയിൽ നിന്നുള്ള BJP നേതാവായ ധർമ്മേന്ദ്ര പ്രധാൻ. എന്തായാലും അദ്ദേഹത്തിന്റെ രാജി കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ അരങ്ങേറിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് മുൻ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. രാഹുലിന്റെ വാക്കുകളിലേക്ക്. താങ്ക് യു ഫ്രണ്ട്സ്. ഏത് ഫ്രണ്ട്സ് ആണെന്നല്ലേ? നരേന്ദ്രമോദിയുടെ ഫ്രണ്ട്സ് അല്ല, രാജ്യത്തിന്റെ ഫ്രണ്ട്സ്. തനിക്കെതിരെ എത്ര വലിയ ജനാധിപത്യപരമായ ന്യായമായ സമരമുണ്ടായാലും അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു ഏകാധിപതിയായി താൻ മുന്നോട്ട് പോകുമെന്ന നരേന്ദ്രമോദിയുടെ അധികാരത്തിന്റെ അഹങ്കാരത്തിന്, ധാർഷ്ട്യത്തിന്, ധിക്കാരത്തിന് തിരിച്ചടിയേറ്റിരിക്കുന്ന നിമിഷമാണ്. ആ തിരിച്ചടി കൊടുത്തത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളാണ്. ഒഡീഷയിൽ എപ്പോഴോ നേടിയ ഒരു വിജയത്തിന്റെ പേരിൽ തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസവുമായി ഒരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി തുടർച്ചയായി ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായിട്ടും സംരക്ഷിച്ചു നിർത്തിയ നരേന്ദ്രമോദിയാണ് ഇപ്പോൾ തോറ്റുപോയിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് അറിയുന്ന ഈ നിമിഷം അത് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ വിജയമാണ്. മിസ്റ്റർ മോദി, ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ തോറ്റുപോയിട്ടുണ്ട്. ഈ രാജ്യത്ത് രാഷ്ട്രീയ നേതാക്കന്മാർ തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ ന്യായമായി നടത്തിയ ഒരൊറ്റ സമരം പോലും തോറ്റുപോയ ചരിത്രമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്ത് വിജയിച്ച ഞങ്ങൾക്ക്, ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ നിങ്ങൾക്കെതിരായിട്ട് സമരം ചെയ്ത് വിജയിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സമരം ചെയ്ത ആളുകളെ നിങ്ങൾക്ക് ചൈനീസ് ചാരന്മാരെന്ന് വിളിക്കാം, പാകിസ്ഥാന്റെ ഒറ്റുകാരെന്ന് വിളിക്കാം, അമേരിക്കയുടെ പണം പറ്റുന്നവരെന്ന് വിളിക്കാം, രാജ്യദ്രോഹികളെന്ന് വിളിക്കാം, ദേശവിരുദ്ധരെന്ന് വിളിക്കാം, തീവ്രവാദികളെന്ന് വിളിക്കാം. അവരെ പാറ്റകളാക്കാം, പഴുതാരകളാക്കാം, പല്ലികളാക്കാം. പക്ഷേ ഈ രാജ്യത്തിന്റെ പിന്തുണ ആ വിദ്യാർത്ഥികൾക്കൊപ്പമാണുള്ളത്. അതുകൊണ്ടാണ് ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ മുദ്രാവാക്യങ്ങളുമായി ജന്തർ മന്ദറിലേക്ക്, ഈ രാജ്യത്തിന്റെ പാർലമെന്റിലേക്കുമൊക്കെ കടന്നു വന്ന വിദ്യാർത്ഥികൾ, അവർക്ക് നേരെ ഏറ്റവും ക്രൂരമായ ലാത്തിചാർജ് ഉണ്ടാകുമ്പോൾ, അവർക്ക് നേരെ നിങ്ങൾ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ, അവർക്ക് നേരെ നിങ്ങൾ റബ്ബർ പല്ലറ്റുകൾ വിക്ഷേപിക്കുമ്പോൾ, അവർക്ക് നേരെ നിങ്ങൾ ഗ്രനേഡുകൾ ഉതിർക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഐക്യദാർഢ്യം, ഈ രാജ്യത്തിന്റെ പിന്തുണ അവർക്കുണ്ടാകുന്നത്. നിങ്ങൾ ഡിയർ ഫ്രണ്ട്സ് എന്ന് വിളിച്ചാലും ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരും കമന്റുകളിലൂടെ വന്ന് നിങ്ങളെ ഊക്കിപ്പോകുന്നത് ഈ രാജ്യത്തിന്റെ പിന്തുണ ആ ചെറുപ്പക്കാർക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് ഏറ്റവും ന്യായത്തിന്റെ ശബ്ദമുള്ളതുകൊണ്ടാണ്. ഒരുപക്ഷെ ഉറക്കമുളച്ച് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം ചോദ്യപേപ്പർ ചോർന്നു എന്നതിന്റെ പേരിൽ പരീക്ഷ വീണ്ടും നടത്തണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ഗുജറാത്തിലെ ചോര കണ്ടു മറന്ന നിങ്ങൾക്ക് ഈ രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ ആത്മഹത്യ ചെയ്ത 22 ചെറുപ്പക്കാരുടെ വേദന എന്താണെന്ന് മനസ്സിലാകണമെന്നില്ല. അവരുടെ മാതാപിതാക്കളുടെ ആശങ്ക എന്താണെന്ന് മനസ്സിലാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഈ രാജ്യത്തിന് അതെല്ലാം മനസ്സിലാകും. വിദ്യാഭ്യാസം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന അങ്ങേക്ക്, താങ്കൾ പഠിച്ച കോഴ്സ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏതാണെന്നറിയാത്ത, പഠിപ്പിച്ച അധ്യാപകർ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ആരൊക്കെയാണെന്നറിയാത്ത, പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതേതാണെന്ന് പോലും അറിയാത്ത അങ്ങേക്ക് ചോദ്യപേപ്പർ ചോർച്ച പോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലായെന്ന് വരില്ല. ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ നടത്തുന്ന അഴിമതികളെപ്പറ്റി നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുമെന്ന് വരില്ല. പക്ഷേ ഈ രാജ്യത്തിനത് തിരിച്ചറിയുവാൻ കഴിയുന്നത് കൊണ്ടാണ് ആ കുട്ടികളുമായി ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യർ പോലും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തത്. ആ കുട്ടികളുമായി ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യർ പോലും നിങ്ങളുടെ മാധ്യമ വായ്ത്താളങ്ങൾക്കിടയിലൂടെ, നിങ്ങളുടെ മാധ്യമ പുകഴ്ത്തലുകൾക്കും വിമർശനങ്ങളെയും ഒന്നും മൈൻഡ് ചെയ്യാതെ അവർക്ക് പിന്തുണയുമായി കടന്നുപോയത്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ സൂപ്പർ സ്റ്റാറുകളുടെ വലിയ താരനിര ഉണ്ടായേക്കാം. പക്ഷെ ഇവർക്ക് വേണ്ടി സംസാരിക്കുവാൻ നിലപാടുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഈ സമരം ഇങ്ങനെ വിജയിച്ചു നിൽക്കുമ്പോൾ ഒരിക്കലും മറന്നുപോകുവാൻ കഴിയില്ലാത്ത ഒരു മനുഷ്യന്റെ പേരുണ്ട്. നിങ്ങൾ നിരന്തരമായി ആക്രമിക്കുന്ന, നിങ്ങൾ നിരന്തരമായി ആക്ഷേപിക്കുന്ന, നിങ്ങൾ നിരന്തരമായി വിമർശിക്കുന്ന, പക്ഷെ ഈ രാജ്യത്തിന് എപ്പോഴൊക്കെ ആവശ്യമായി വരുന്നോ അപ്പോഴൊക്കെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യവുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ മുഖം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ രൂപം, അദ്ദേഹത്തിന്റെ സമരം. വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലെ ഏറ്റവും ക്രൂരമായ അക്രമം നേരിടുമ്പോൾ ആ രാത്രിയിൽ തന്നെ സമരത്തിന് പിന്തുണയുമായി കടന്നു വന്ന രാഹുൽ ഗാന്ധിയുടെ ആ നിമിഷം മുതൽ ഈ സമരം ടോപ്പ് ഗിയറിലേക്ക് പോവുകയും ടോപ്പ് ലെവലിലേക്ക് ആവുകയും ചെയ്തതാണ്. അവിടെ വെച്ച് ഈ രാജ്യം തിരിച്ചറിഞ്ഞതാണ്. അവിടെ വെച്ച് ഈ രാജ്യം എഴുതിയിട്ടതാണ് ഈ സമരം തോൽക്കുവാൻ പാടില്ല. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെയും ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും ഏറ്റവും വലിയ സമരത്തിന്റെ വിജയമാണ്. ആ സമരത്തിന് എല്ലാവിധമായ ഹൃദയാഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി പറയുന്നു. നരേന്ദ്രമോദി, നിങ്ങളുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്ത് നിങ്ങൾ കെട്ടിപ്പൊക്കിയ കോട്ടകൊത്തളങ്ങൾ, ഫാഷിസ്റ്റ് കോട്ടകൾ, അതൊന്നൊന്നായി തരിപ്പണമാകുവാൻ പോവുകയാണ്. അത് തകർക്കുവാൻ പോകുന്നത് നിങ്ങൾ പാറ്റകളെന്നും പഴുതാരകളെന്നും പല്ലികളെന്നും വിളിക്കുന്ന, നിങ്ങളുടെ നേതാക്കൾ ഇത്തിരിപ്പോന്ന പിള്ളേരെന്ന് വിളിക്കുന്ന ആ കുട്ടികൾ തന്നെ വന്ന് നിങ്ങളുടെ സിംഹാസനത്തെ തകർത്ത് തരിപ്പണമാക്കി നിങ്ങളെ താഴെ ഇറക്കും. അപ്പോൾ ഈ സമരത്തിന് സമരാഭിവാദ്യങ്ങൾ.
അതേസമയം രാജ്യവിരുദ്ധ ശക്തികൾ ആശയക്കുഴപ്പം പരത്തുന്നതും സാഹചര്യ മുതലെടുപ്പ് നടത്തുന്നതും തടയാൻ വേണ്ടിയാണ് താൻ സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചതെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ച രാജിക്കത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയിരുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഒരു മാസത്തിലേറെയായി വൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി വരുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രധാന ആവശ്യമായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന് രാജി. CJPയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള മൂന്നാം ഘട്ട ചർച്ചകൾ നടക്കാനിരിക്കെയായിരുന്നു രാജി സമർപ്പിച്ചത്. ധർമ്മേന്ദ്ര പ്രധാൻ സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ ചർച്ചകളിൽ അർത്ഥമില്ലെന്ന് CJP വക്താവ് അശുതോഷ് ടാങ് വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവശക്തിയിലാണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി തന്റെ ജീവിതം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കുമായി സമർപ്പിക്കപ്പെട്ടതാണെന്നും വിദ്യാഭ്യാസ മന്ത്രിയായി സേവനമനുഷ്ഠിക്കാൻ അവസരം നൽകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ചു. മെയ് 3 നടന്ന നീറ്റ് UG പരീക്ഷയിലുണ്ടായ ക്രമക്കേടുകൾ അംഗീകരിച്ചതാണ്. ഈ സാഹചര്യത്തിൽ താൻ ഒരിക്കലും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല. പരീക്ഷാ മാഫിയകൾ കാരണം അർഹരായ ഒരു വിദ്യാർത്ഥി ബുദ്ധിമുട്ടരുതെന്നും ഒരു വിദ്യാർത്ഥിക്ക് നീതി നിഷേധം ഉണ്ടാകരുതെന്നുമായിരുന്നു തന്റെ ദൃഢനിശ്ചയം. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചിലർ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ച് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നും ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. കഴിഞ്ഞ 10 ദിവസത്തെ സംഭവ വികാസങ്ങൾ തന്നെ ദുഃഖിപ്പിച്ചു. ഇത് തനിക്ക് വ്യക്തിപരമായ അഭിമാനത്തിന്റെ പ്രശ്നമല്ല, ഇന്ത്യയുടെ യുവശക്തിയാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തിയെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ജന്തർ മന്ദറിലും രാജ്യത്തുടനീളവും രൂപപ്പെട്ടുള്ള സാഹചര്യം കണക്കിലെടുത്തും രാജ്യവിരുദ്ധ ശക്തികൾ ഇതിന്റെ ആനുകൂല്യം നേടാതിരിക്കാൻ ശ്രദ്ധിച്ചും രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തിക്കൊണ്ടും ഒരൊറ്റ ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ പോലും ഭാവി നിയമപരമായ കുരുക്കുകളിൽ അകപ്പെടാതിരിക്കാനും നമ്മുടെ കുട്ടികൾ അവരുടെ സമയവും ശ്രദ്ധയും പഠനത്തിലും കരിയർ കെട്ടിപ്പടുക്കുന്നതിലും കേന്ദ്രീകരിക്കാനും വേണ്ടി തന്റെ രാജ്യ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ വലിയൊരു പ്രക്ഷോഭം, വലിയ പ്രതിഷേധം, അതുമായി ബന്ധപ്പെട്ട് ഒടുവിൽ രാജിയിലേക്ക് അദ്ദേഹം നയിക്കപ്പെടുന്നു. CJPയുടെ വിജയമായി അത് കണക്കാക്കപ്പെടുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് സാധിച്ചില്ല എന്ന് തന്നെയാണ്. ആ പ്രതിഷേധങ്ങൾ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ സാധിച്ചില്ല. എന്തായാലും ഒരു പ്രതീക്ഷയാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഇവിടെ പ്രതിഷേധങ്ങൾക്ക് സ്ഥാനമുണ്ട്, നമ്മുടെ അവകാശങ്ങൾക്ക് സ്ഥാനമുണ്ട്. അധികാരത്തിരിക്കുന്നവർ മാത്രം എന്ത് കൊള്ളരുതായ്മകൾ ചെയ്താലും അത് ന്യായീകരിക്കപ്പെട്ട് ഞങ്ങൾ ഒറ്റ ശക്തിയാണ്, ഏക ശക്തിയാണ് എന്ന കരുതി ഇനിയും മുന്നോട്ട് പോകാനാകില്ല. പ്രതിഷേധിക്കുന്ന ഒരു കൂട്ടം ഇവിടെയുണ്ട്. കഴിഞ്ഞ ഈ 10 വർഷത്തിനിടയിൽ പ്രതിപക്ഷത്തിൻ്റെ പല പ്രതിഷേധങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അത്തരത്തിൽ ഇനി സാധിക്കില്ല. ഇവിടെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെറ്റ് കണ്ടാൽ, അത് അധികാരികളുടെ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ചൂണ്ടിക്കാട്ടി അത് തിരുത്താൻ വേണ്ടി ഒരു കൂട്ടം വ്യക്തികൾ ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായി ഇത് മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.